കോഴിക്കോട് വടകരയിൽ കാരവനിൽ രണ്ടുപേരെ മരിച്ച നിലയിൽ കണ്ടെത്തിയ സംഭവത്തിന്റെ ചുരുളഴിക്കാൻ പോലീസ്. ഫോറൻസിക് വിരലടയാള ഡോഗ് സ്ക്വാഡ് സംഘങ്ങൾ രാവിലെ മുതൽ പരിശോധന ആരംഭിക്കും. മരണകാരണം കാർബൺ മോണോക്സൈഡ് ശ്വസിച്ചാണോ എന്ന് സ്ഥിരീകരിക്കാനായിട്ടില്ല. ഇതിന്റെ വിശദാംശങ്ങൾ ഇംതിയാസ് കരീം നൽകും. ഇംതിയാസ്, ഗുഡ് മോർണിംഗ്. ഈ എന്ത് കാരണത്താലാണ് മരിച്ചത് എന്ന് പ്രാഥമികമായി കണ്ടെത്താൻ ഇതുവരെയും കഴിഞ്ഞിട്ടില്ലല്ലോ. തുടർ അന്വേഷണങ്ങൾ എങ്ങനെയാണ് നടത്തുക? സ്ഥലത്ത് ഈ പറഞ്ഞവരെല്ലാവരും, ഡോഗ് സ്ക്വാഡ് അടക്കമുള്ളവരെല്ലാവരും പരിശോധന നടത്തുകയാണോ ഇപ്പോഴും? മോത്തി, വെരി ഗുഡ് മോർണിംഗ്. വടകര കരിമ്പനപ്പാലത്ത് ഇന്നലെ രാത്രിയിലുണ്ടായ അപകടത്തിൽ ഇന്നൊരു വിശദമായ പരിശോധനയിലേക്ക് തന്നെ പോലീസ് കടക്കുകയാണ്. ഇതിന്റെ ഭാഗമായിട്ട് നേരത്തെ മോത്തി സൂചിപ്പിച്ചതുപോലെ തന്നെ ഫോറൻസിക് സംഘം, അതുപോലെ തന്നെ ഡോഗ് സ്ക്വാഡ് അടക്കമുള്ള സംഘങ്ങളെത്തി ഇന്ന് അല്പസമയത്തിനകം ഈ കരിമ്പനപ്പാലത്ത് സമീപത്തെ കാരവൻ കേന്ദ്രീകരിച്ചെല്ലാം തന്നെ ഒരു വിശദമായ പരിശോധന ഇന്ന് നടക്കും. ഇതിൽ നമുക്ക് ആദ്യഘട്ടത്തിൽ തന്നെ സൂചിപ്പിച്ചതുപോലെ തന്നെ ഈ കാരവൻ നിർത്തിയ സമയത്ത് AC ഓണാക്കിയപ്പോൾ ഉണ്ടായ കാർബൺ മോണോക്സൈഡ് വാതകം ശ്വസിച്ചാണോ ഇരുവരും മരിച്ചതെന്ന ഒരു സ്ഥിരീകരിക്കാത്തൊരു സൂചനയുണ്ട്. അത് ഒരു സംശയം മാത്രമാണ്. പക്ഷേ അത് വിശദമായി പരിശോധിച്ച് മരിച്ച മനോജിൻ്റെയും മലപ്പുറം സ്വദേശിയായിട്ടുള്ള മനോജിൻ്റെയും അതുപോലെ തന്നെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയലിൻ്റെയും മൃതദേഹത്തിൻ്റെ പോസ്റ്റ്മോർട്ടം നടപടികളടക്കം എല്ലാവിധ പരിശോധനകളും കഴിഞ്ഞതിന് ശേഷം മാത്രമായിരിക്കും അതിലൊരു സ്ഥിരീകരണം പറയാൻ സാധിക്കുക. ഇന്ന് തന്നെ അവരുടെ പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുകയും ചെയ്യും. നമ്മൾ കഴിഞ്ഞ ദിവസമൊക്കെ പറഞ്ഞതുപോലെ തന്നെ കഴിഞ്ഞ ദിവസം ഇന്നലെ തിങ്കളാഴ്ച രാത്രി മലപ്പുറത്ത് തിരിച്ചെത്തേണ്ട വാഹനമായിരുന്നു ഇവരുടെ ഈ വാഹനം എന്ന് പറയുന്നത്. കണ്ണൂരിലേക്ക് ഒരു വിവാഹ സംഘത്തെ ഇറക്കാൻ വേണ്ടിയിട്ട് പോയതായിരുന്നു. ആ വിവാഹ സംഘത്തെ ഇറക്കി തിരിച്ചു വരുന്നതിനിടയ്ക്ക് വടകരയിൽ വാഹനം നിർത്തിയതാണ്. ഒരുപക്ഷെ ഒരുപാട് സമയം വാഹനം അവിടെ നിർത്തിയിടുകയും ചെയ്തിരുന്നു. ഇതിൽ മലപ്പുറം സ്വദേശിയായിട്ടുള്ള നാസർ എന്നയാളുടെ ഉടമസ്ഥതയിലുള്ളതാണ് ഈ കാരവൻ എന്ന് പറയുന്നത്. ഒരുപാട് സമയമായിട്ടും കാണാത്തതോടെ നാസർ വടകരയിലുള്ള തൻ്റെ സുഹൃത്തിനെ വിളിച്ച് വിവരം അന്വേഷിച്ചപ്പോഴാണ് ഇത്തരത്തിലുള്ള ഒരു കാരവൻ അവിടെ നിർത്തിയിട്ടുള്ള വിവരം അറിയിച്ചത്. ഈ സുഹൃത്ത് ചെന്ന് മരിച്ച രണ്ടുപേരുടെയും പേര്, വിവരങ്ങൾ, അവരുടെ വ്യക്തി വിവരങ്ങൾ നമുക്ക് ലഭ്യമാണോ? തീർച്ചയായിട്ടും മലപ്പുറം വണ്ടൂർ സ്വദേശിയായിട്ടുള്ള മനോജ്, അതുപോലെ തന്നെ കാസർഗോഡ് സ്വദേശിയായിട്ടുള്ള ജോയൽ, ഈ രണ്ടു പേരാണ് മരിച്ചത്. ഒരാൾ കാരവനിലേക്ക് കയറുന്ന വാതിലിന്റെ ഭാഗത്തും അതുപോലെ തന്നെ മറ്റൊരാൾ ഉൾഭാഗത്തുമായിട്ടായിരുന്നു മരിച്ച നിലയിൽ കണ്ടെത്തിയത്. ഏതായാലും ഈ മരണത്തിന്റെ പിന്നിലെ കാരണങ്ങൾ അത് എത്രയും പെട്ടെന്ന് കണ്ടെത്തട്ടെ.